ഗുഡ് മോർണിംഗ് ഓൾ. ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം പതിവ് പോലെ തന്നെ ഇന്നും ഒരുപാട് പണികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പം ഇനി ഹസ്ബൻഡ് ഒരുക്കണം. പിന്നെ അതുപോലെ തന്നെ അക്ഷയയിലെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. ഞാനും ആസും കൂടി ഇന്ന് പുറത്തേക്ക് പോകണം. പിന്നെ നമ്മൾ മില്ലോ ഇന്നലെ രാത്രി എവിടെയോ പോയതാണ്. രാവിലെ വരേണ്ടതാണ്, നോക്കാം. എന്തായാലും ഡോർ തുറന്നിട്ടെ. വന്നിട്ടുണ്ടല്ലോ. എവിടെ തിരിഞ്ഞിട്ട് വരുന്ന ഇവിടെ പോയ രാത്രി ഏടോ രാത്രി തെണ്ടിയിട്ട് വന്നിന് കൊള്ളാൻ. അയ്യോ എന്തത് ചാഞ്ഞ്. അസുബു നോക്കിയ അസുബു ക്യാമറ ഇതൊക്കെ ക്യാമറയിൽ വരുവേ. പുതിയ മാലയിലിട്ടിട്ട് പോകാനില്ലെന്ന്. അസുബു എനിക്ക് വാ. അസുബു എനിക്ക് ക്യാമറ നാണക്കേടാതെ എണീറ്റിട്ടില്ലെങ്കിൽ നാണക്കേടാന്ന്. വാ എണീക്ക്. വരുന്ന പറ. സാരല്ലോട്ടാ, എണീക്ക്. അല്ല ഓ പിന്നെയും ചാഞ്ഞ്. പല്ലേ കണ്ട പമ്പേഴ്സ് ഇട്ടില്ല ഇന്നല. മൂത്രയിച്ചിനാ കളച്ചേരി. ബാ പല്ലേക്കാ. രാവിലത്തെ തിരക്കിനിടയിൽ റമീസ്കാക്ക് ഇത്രയൊക്കെ തന്നെ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നല്ലാതെ ഓൺ വോയിസ് സംസാരിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഹസ്ബൻഡ് ബസ്സിൻ്റെ സമയം അറിയാമല്ലോ, 7:30 എത്തും. അപ്പോൾ ഇവിടെ ഒന്ന് രാവിലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാണ് കണ്ടത്. മാല ഇട്ടിട്ട് പുതിയ മാല ഇടാന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്ന് കണ്ടില്ലേ. അതുപോലെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഓരോ ദിവസം നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഞാനൊരു സ്റ്റാറിൻ്റെ സ്റ്റിക്കറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കരയാതെ രാവിലെ എഴുന്നേറ്റിട്ട് പോവാൻ റെഡി ആവുകയാണെങ്കിൽ സ്റ്റാർ തരും, അവർക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സ്റ്റാർ തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഒന്ന് ഹസ്ബൻഡിനെ ഒരുക്കി എടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഞാൻ എഴുന്നേക്കാറില്ല പൊതുവെ. പക്ഷേ ഇന്നത്തെ ദിവസം റമീസ്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കും പുറത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ റമീസ്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലോങ് വീഡിയോസ് ഇടുന്നത് കുറവാണല്ലോ, അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം, അപ്പോൾ വീഡിയോസ് ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ആ തിരക്കിനിടയിലും കുറച്ചെങ്കിലും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് വിശേഷങ്ങൾ പങ്കുവെക്കാനൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വീഡിയോസ് കൂടി ആണല്ലോ. കാരണം നമ്മളാരും ഡയറക്റ്റ് കാണുന്നില്ല. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം വീഡിയോസ് എപ്പോഴേലും ഇടുന്ന സമയത്ത് അതിനകത്ത് കമൻറ്റ് സെക്ഷൻ ഞാൻ അത്യാവശ്യം വായിക്കും, അതിനകത്ത് കൂടെ റിപ്ലൈ ചെയ്യാറുണ്ട്. അതിനകത്ത് വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതൊരു Q&A ആയിട്ട് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ ഇതിനകത്ത് കൂടെ കുറേയൊക്കെ ആൻസർ ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ
കണ്ടിന്യൂ ആയിട്ടല്ല ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ എത്ര മന്തായി എത്ര വീക്കായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പം 26th വീക്കാണ് കറണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ബാക്കിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം ഞാൻ വീണ്ടും ബാക്ക് ട്രൈ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. നടക്കുമെന്നൊന്നും അറിയില്ല, ഇൻഷാ അള്ളാ എന്നാലും ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ പ്രഗ്നൻസീൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളെന്ന് പറയാനും പറ്റില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപാട് മെഡിസിൻ എടുത്തു, ഇഞ്ചക്ഷൻ ആക്കി, എന്നിട്ടൊന്നും എനിക്കൊരു മാറ്റവും ഇല്ല. അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പം ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ സെർവിക്സിൻ്റെ ലെങ്ത് ഒന്ന് ഷോർട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതും ഇൻഫെക്ഷനും കൂടെ ഒന്നിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സെർവിക്സ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി പെട്ടെന്ന് പ്രീ ടേം ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റിസ്കുകളുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നല്ല രീതിക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഞാനും ഫാമിലിയൊക്കെ ഉണ്ടാവണം. നല്ല രീതിക്ക് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. രാവിലെ തന്നെ റെമിസ്ക അസ്ബൂനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് അവളെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവളുടെ സ്നാക്സ് ബോക്സിലോട്ടേക്ക് സ്നാക്സ് എടുത്ത് വെക്കുക, പിന്നെ വെള്ളം എടുത്ത് വെക്കുക. നമുക്കിത് മാത്രമേ കൊടുത്തു വിടണ്ടുള്ളൂ കേട്ടോ. അവളുടെ pre-KG ആണെന്നറിയാലോ. അപ്പോൾ pre-KGയിൽ ആദ്യമൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തു വിട്ടിരുന്നു. പിന്നെ അവിടെ തന്നെ അവർ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുഡിൻ്റെ പൈസ മന്ത്ലി പേ ചെയ്താൽ മതി. പിന്നെ സ്നാക്സ് കൊടുത്തു വിട്ടാൽ മതി. പിന്നെ കുറേ പേരുടെ ഡൗട്ടായിരുന്നു അസ്ബൂന് എത്ര വയസ്സിലാണ് സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്, അവൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അസ്ബൂനെ ഞാൻ 3 വയസ്സിലാണ് ചേർത്തിരിക്കുന്നത്. LKG അല്ല, pre-KG ആണ്, പ്ലേ സ്കൂളും അല്ല. നമ്മൾ നോർമലി പഠിപ്പിക്കുന്ന പോലെ തന്നെ അവരെ പഠിപ്പിക്കും. പക്ഷെ അവരെ എഴുതി പഠിപ്പിക്കില്ല കേട്ടോ. ഓറലാണ് മുഴുവനായിട്ട് വരുന്നത്. ബൈഹാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടുതലും ഖുറാനും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അവൾ പോവാൻ മടിച്ചല്ല, പക്ഷേ ഇപ്പോഴത്തെ തണുപ്പും കാര്യങ്ങളും കൊണ്ട് രാവിലെ എഴുന്നേൽക്കാനുള്ളൊരു മടിയാണ്. കാരണം രാവിലെ ഒരു 6:30 എഴുന്നേറ്റാൽ 7:30 ബസ് വരുന്ന സമയത്തേന് കുഞ്ഞുകുട്ടിയല്ലേ, അവളൊന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ അതിൻ്റേതായ തിരക്കിലാണ് റെമീസ്ക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പറയാത്തൊരു കാര്യമാണ്. അത് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 30K ഫാമിലി ആവാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാരുടെ ആവശ്യം കൂടിയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഫാമിലീനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അതിനെ ഒന്ന് കമൻ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഈ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടേക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലോട്ടേക്ക് എത്താനുള്ള ഒരു ഇതൊക്കെ നിങ്ങളുടെ കാണുന്നവരുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് റെമീസ്ക അവളെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ ആയാലും ഇവിടെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിക്കുക. കാരണം ചൂടുവെള്ളം അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഞാനിവളെ ഡെലിവറി കഴിഞ്ഞിട്ട് 28 ദിവസം മാത്രമേ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കാറുള്ളൂ. നോർമലി എനിക്ക് അത്രേ പറ്റാറുള്ളൂ. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ ഇവളെയും ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് തണുപ്പാണെങ്കിലും അവൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ പെട്ടെന്ന് അങ്ങനെ മാറ്റണ്ടെന്ന് കരുതി ചില ദിവസങ്ങളിൽ നല്ല തണുപ്പുള്ള സമയത്ത് റെമിസ്ക്ക് ഇളം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അവളൊന്ന് കുളിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ 13-ാം തീയതിയാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ 10-ാം തീയതി ഷൂട്ട് ചെയ്ത കേട്ടോ, ഇലക്ഷന് തലേന്ന്. അന്ന് ബുധനാഴ്ച ആയത് കാരണം അവർക്ക് കളർ ഡ്രസ്സായിരുന്നു. പിന്നെ ഇവളുടെ ഇന്നത്തെ ആവേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോസും ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് കയറിയിട്ട് ആ വീഡിയോസ് ടിപ്സ് ഓഫ് ലൈഫ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് ഞാൻ വാങ്ങിയൊരു അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയുണ്ട്. അപ്പോൾ അത് ഇടാനുള്ള ആവേശത്തിലാണ് ഇന്നത്തെ സ്കൂൾ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെഡിയാക്കുന്ന എല്ലാ റെമിസ്ക്ക് തന്നെയാണ്. ഈ സമയത്തേക്ക് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ടൊന്നും റെമിസ്ക്ക് ചെയ്യിക്കില്ല. കാരണം വെച്ചാൽ ഒന്നാമതിപ്പം കുറച്ചുകൂടി റെസ്റ്റ് കൂടുതൽ പറഞ്ഞേക്കുന്നത് കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കില്ല.
പിന്നെ അവൾക്കും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ മുമ്പിലുണ്ടായത് എന്നോടാണ് അവൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവളുടെ മാലേനെ കുറിച്ചിട്ടും പിന്നെ അവളുടെ ഡ്രസ്സിനെ കുറിച്ചും, കളർ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ, നമുക്കായാലും പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ. അപ്പോൾ അതൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പിന്നെ ഒരു 6 മാസമായിട്ട് റെമിസ്ക്കാണല്ലോ അവളുടെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഒരു പ്രോ വാപ്പച്ചിയായി മാറിയിട്ടുണ്ട്. എങ്ങനെ അവളെ ഒരുക്കണം, ഒരു പെൺകുട്ടീനെ എങ്ങനെ ഒരുക്കി സ്കൂളിലോട്ടേക്ക് വിടണം എന്നുള്ള റെമിസ്ക നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം എല്ലാം ഇതിനകത്ത് തന്നെ കൊടുക്കാം കേട്ടോ. ആ ഒരു റെമിസ്ക അവളെ എങ്ങനെയാണ് രാവിലെ വിടുന്നതെന്നുള്ളത് പെട്ടെന്ന് മൂപ്പര് ഇതൊക്കെ പഠിച്ചെടുത്ത് ചെയ്യുന്നതാണ്. എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഒന്നും അറിയാറില്ല. അവളുടെ സ്കൂളിലോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പരാണ് നോക്കുന്നത്. അതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ കാനുല കണ്ടിട്ടുണ്ടാവും. കാനുല എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ ആയത് കാരണം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം എടുക്കുകയാണ് വേണ്ടത്. അവിടുത്തെ ഫസ്റ്റ് കാനുല ഇട്ട് വന്നതിന് ശേഷം ബാക്കി പിന്നെ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ ഒറ്റ ഇഞ്ചക്ഷൻ മാത്രമായതുകൊണ്ട് റെമിസ്ക്കായിരുന്നു മുമ്പ് എനിക്ക് അഡ്മിറ്റായ സമയത്തൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മൂപ്പര് തന്നെയാണ് എടുക്കുന്നത്. അതുകൂടാതെ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം എന്താ പറയുക, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM മെസ്സേജ് വരുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട്, ഞാൻ മുമ്പ് ഫസ്റ്റ് തുടക്കത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വീഡിയോ ഒത്തിരി ഒന്ന് വൈറലായ ഒരു സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും നമ്മളെ വീഡിയോസും ഇപ്പം നമ്മുടെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ സമയത്തായാലും ഇപ്പോൾ റെമിസ്ക കുട്ടികളെ നോക്കുന്ന രീതി കണ്ടിട്ടാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറയലുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സിറ്റുവേഷൻ കടന്നു വന്ന ഒരാളാണ്, ഇനി മുമ്പോട്ടേക്ക് ഒരു ലൈഫ് വേണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ റെമിസ്ക നിങ്ങളെ നോക്കുന്നത് കാണുമ്പോൾ, റെമിസ്ക മക്കളെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഇനി മുമ്പോട്ടേക്ക് അവർക്കൊരു പ്രതീക്ഷ വരുന്നു, അവർക്കും മുമ്പോട്ടേക്ക് ജീവിക്കണം, മുമ്പോട്ടേക്ക് ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് DM മെസ്സേജ് വരാറുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, കാണുമ്പോൾ സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ ആരെയും പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ പോകുന്നൊന്നുമല്ല. നമ്മൾ കാത്തിരുന്ന തിരിച്ചു വരുന്ന ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ജന്മം മൊത്തം കാത്തിരിക്കാൻ ഞാനാണെങ്കിൽ പോലും റെമിസ്ക ആണെങ്കിലും ഒക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ അത്രയും പ്രിയപ്പെട്ട ഒരാൾക്കാരെ നഷ്ടപ്പെട്ട 2 പേരാണ്. പക്ഷേ അവർ തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാലത്തോളം പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്നു എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇടയ്ക്ക് വീഡിയോയിനകത്ത് ഞാൻ വിട്ടു പോകുന്നുണ്ട് അല്ലേ. ഇപ്പം റെമിസ്ക ഹസ്ബൻഡ് വിട്ടു വന്നതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ്റെ തലേന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഓരോ സെൻറ്ററിന് അക്ഷയക്കാർക്കാണ് വെബ് കാസ്റ്റിങ്ങിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ റെമിസ്കാൻ്റെ ജോലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെമിസ്കാൻ്റെ ജോലി, റെമിസ്ക ഖത്തറിലായിരുന്നു. ആഫ്റ്റർ നിക്കാഹ് പോയി തിരിച്ച് വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രോമ കഴിഞ്ഞത് കൊണ്ട് തന്നെ എനിക്കും അങ്ങനെ രണ്ടുപേരും 2 സൈഡിൽ നിൽക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് സെൻറ്ററിലോട്ടേക്ക് എനിക്ക് കൃത്യമായി പോകാനോ കാര്യങ്ങളോ നോക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ റെമിസ്കയാണ് സെൻറ്റർ നോക്കുന്നത്. അപ്പം ജോലി എന്താണെന്ന് ചോദിച്ചാൽ അക്ഷയ സെൻറ്റർ നടത്തുകയാണ്. അപ്പം അക്ഷയക്കാർക്കാണ് ഇലക്ഷൻ്റെ വെബ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ ക്യാമറ ഉണ്ടാവുമല്ലോ, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് കണ്ടിട്ടുണ്ടാവും ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി എല്ലാ അക്ഷയക്കാർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അക്ഷയയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു 11 ബൂത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 11 ബൂത്തിലേക്കുള്ള ക്യാമറ ഡിവൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇന്ന് ഓപ്പറേറ്റർമാർക്ക് കൈമാറിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇലക്ഷൻ ഡേ ആ ഓപ്പറേറ്റർമാരെ അവരെ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഓൺട്രപ്രണർ എന്നുള്ള രീതിക്ക് നമ്മുടെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്കും കൂടെ ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇലക്ഷൻ ഡേ ഞാൻ പോകുന്നില്ല, കാരണം എന്നെക്കൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ പോയി ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ അതിന് മുമ്പേ വീട്ടിലെ ജോലികളൊക്കെ തീർക്കണം. അതുകൊണ്ടാണ് ഞാനും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഡ്യൂട്ടി തീർക്കാനല്ല ഞാൻ എഴുന്നേറ്റത്, കാരണം ലേറ്റായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോകാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ റെമിസ്ക രാവിലെ തന്നെ തലേന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കുകയാണ്. അപ്പോഴത്തേനും ഇത് ആച്ചിയും മദ്രസയിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. പൊതുവെ അവൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടല്ല കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും കൂടി എഴുന്നേറ്റ് വന്ന് എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കിയപ്പോൾ അവളും കൂടെ അത് കുടിച്ചിട്ടാണ് പോകാൻ വേണ്ടി ഇറങ്ങുന്നത്. ആച്ചിക്ക് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല, കാരണം അവരുടെയൊക്കെ ബൂത്തായത് കാരണം അവർക്കൊക്കെ ലീവായിരുന്നു. ഇലക്ഷൻ ഡേയും തലേന്നൊക്കെ ലീവായിരുന്നല്ലോ. അപ്പോൾ മദ്രസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മദ്രസയിലോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും റെമീസ്ക നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാൻ പോകാം കേട്ടോ. പുട്ടും ജസ്റ്റ് മീൻകറി ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നുണ്ടാവും മിക്കവാറും. കാരണം വന്നിട്ട് നമുക്കത് കഴിക്കാനുള്ള ടൈം
ടൈമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വോയിസ് റെക്കോർഡ് പിന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അന്നത്തെ ദിവസം നല്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാലൊക്കെ നല്ല സ്വെല്ലിങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ ലേറ്റായി, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തരിക, അത് കൃത്യമായി ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ കുറച്ച് മടിയുണ്ടെങ്കിലും മറ്റുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യും കേട്ടോ. ഇപ്പോൾ റെമിസ്കിൻ കൂടി ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ കൂടെ ഒന്ന് പോയി കാര്യങ്ങളൊന്ന് ജസ്റ്റ് കൂടെ നിന്നാൽ മാത്രം മതിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വിബാക്കിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ട് മുംബൈ സിസേറിയനായിട്ട് ഇനി നോർമൽ ഡെലിവറിക്ക് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വ്യൂവേഴ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ഒരു സക്സസ്ഫുൾ വിബാക്ക് കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനും കൂടിയുള്ള ആൻസർ ഇട്ടേക്കാം. കാരണം കഴിഞ്ഞ വീഡിയോനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വെച്ചിട്ടും കൂടെയാണ് എനിക്കിനി വീഡിയോ ചെയ്യാനുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് റിമിസ്ക്ക് എൻ്റെ ഇഞ്ചക്ഷൻ എടുത്തരാം കേട്ടോ. ഇഞ്ചക്ഷൻ കയ്യിലോട്ടേക്ക് വെക്കുന്ന എനിക്കാണെങ്കിലും അതിൻ്റെ ക്ഷീണം മൊത്തം ഉണ്ടാവും റമീസ്ക്കാക്ക് കേട്ടോ. ഭയങ്കര ടെൻഷനാണ് മരുന്ന് കയറുന്ന സമയത്ത് എനിക്ക് വേദന ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഒരു ആൻറ്റിബയോട്ടിക് മാത്രമേ എടുക്കാനുള്ളൂ. അതെനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്യാനിൽ ഓൾറെഡി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടിട്ട് വന്നാണല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അംഗനവാടീൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഗർഭിണികൾക്ക് പോഷകാഹാരം കിട്ടുമല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന പീനട്ട് വെച്ചിട്ട് ഞാൻ പീനട്ട് ബട്ടർ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. കാരണം മക്കൾക്കായാലും എനിക്കായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതും ബ്രെഡും കൂടെ റെമിസ്ക്ക് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷീണം, കാര്യങ്ങൾ, കിടക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കഴിക്കാതെ അങ്ങ് മാറ്റി സൈഡിൽ വെച്ചേക്കും കേട്ടോ. നമ്മൾ പൊതുവെ അമ്മമാരെ കുറിച്ച് അറിയില്ലേ, ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റാണ്, ടീച്ചറാണ്, ഡോക്ടറാണ് എന്നൊക്കെ പറയുന്ന പോലെ റെമിസ്ക്ക് ഒരു 6 മാസം കൊണ്ട് ഒരു വീടിനെ മൊത്തം നോക്കി, മീൻസ് ഒരു ഫാമിലി, എന്നെ മക്കളെ ഒക്കെ നോക്കി, മൊത്തത്തിൽ ആൾ എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ എനിക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് നേഴ്സും കൂടി ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആച്ചി വന്നു. ആച്ചി മദ്രസയിൽ നിന്ന് വന്നിട്ട് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാനിലിട്ട കൈ കൊണ്ട് കഴിക്കുന്ന കണ്ടിട്ട് അവളിങ്ങനെ നോക്കുന്നത്, ഉമ്മച്ചിക്ക് സ്പൂൺ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേനു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് വലത് കയ്യിലും കൂടി ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഇവരെല്ലാവരും എനിക്ക് തരുന്നൊരു സ്നേഹവും സപ്പോർട്ടും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പകുതി അസുഖങ്ങൾ മാറുന്ന പോലെ ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തു തരും, എന്നെ അങ്ങനെ ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ല. മക്കളായാലും ബുദ്ധിമുട്ടിക്കില്ല, റെമിസ്ക്കായാലും എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതേ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. ആച്ചിയാണ് ക്യാമറ ആ ബാഗൊക്കെ എടുത്തിട്ട് ഡിക്കിലോട്ടേക്ക് കൊണ്ടുവെക്കുന്നത്. റമീസ്ക്ക് എന്തോ വൈപ്പറിൽ വെള്ളം ഇല്ലാഞ്ഞിട്ട് അത് നിറച്ചുകൊണ്ടിരിക്കും ഞാൻ കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല മുഷിഞ്ഞ് കഴിഞ്ഞാൽ റമീസ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ രാത്രി നല്ല മഞ്ഞാണല്ലോ, അപ്പോൾ റോഡ് സൈഡിലും കൂടി ആയതുകൊണ്ട് പൊടി അടിച്ചിട്ട് വണ്ടി ആകെ ബ്ലാക്ക് കളറൊക്കെ കൂടി അങ്ങ് മാറിയിട്ട് വേറൊരു കളറായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകാനൊന്നും ഇന്ന് എന്തായാലും സമയമില്ല, അപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ എന്നെ പേഴ്സണലി അറിയുന്ന കുറേ പേര് ചോദിക്കും, നിനക്ക് റെസ്റ്റ് അല്ലേ, നീ എന്തിനാ ഈ ടൈമിൽ ഇങ്ങനെ പുറത്തു പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ഞാൻ ഒരുപാടൊന്നും പുറത്തു പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ ഞാൻ അത്യാവശ്യമായിട്ട് പോകണം എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ പുറത്തോട്ടേക്ക് പോകാറുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു 2018 തൊട്ടിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നാളും വീട്ടിൽ അടച്ചിരിക്കുക, എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ഞാൻ തന്നെ വേണമെന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ പോവാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ റമീസ്ക്കാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ബൂത്തിലെത്തിയിട്ട് ഇങ്ങനെ ക്യാമറ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി ഉച്ചയായ സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു വനിതാ ഹോട്ടലുണ്ടല്ലോ, നമ്മുടെ 30 രൂപയ്ക്ക് കുടുംബശ്രീ ചേച്ചിമാർ ഫുഡ് തരുന്നത്, അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അവരുടെ അടുത്ത് കഴിക്കാൻ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് എനിക്ക് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് സ്ഥിരമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകില്ല, അവരെനിക്ക് ചൂട് ചോറും മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിച്ചിട്ടുണ്ട്. ആ ഒരു നൊസ്റ്റാൾജി എനിക്ക് ഇന്ന് ഇവരുടെ അടുത്ത് പോയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം നമ്മൾ ഒരുപാട് ബൂത്തിലെന്ന് പറഞ്ഞാൽ ഭയങ്കര അലഞ്ഞ് തിരിഞ്ഞ് രാത്രി ഒരു 10-11 മണി വരെ നമ്മൾ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടൊക്കെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വൈൻഡപ്പ് ചെയ്യാനൊരു വീഡിയോ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു തിരക്കേറിയ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.